ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മെന്റലിസ്റ്റിൽ ഒരാളാണ് തിരുവനന്തപുരം സ്വദേശിയായ അനന്തു. മുന്നിലുള്ള ആളിന്റെ മനസ്സ് വായിച്ച് അനന്തു പറയുന്ന കാര്യങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിൽ നടൻ ദിലീപിനെയാണ് അനന്തു അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ബബ്ബബ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദിലീപുമായി അനന്തു സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതിനിടയിൽ 2 തവണയാണ് ദിലീപ് മനസ്സിൽ ആലോചിച്ചത് അനന്തു പറഞ്ഞത്. മലയാള സിനിമയിലെ ഒരു ഗാനരംഗം മനസ്സിൽ ആലോചിക്കൂ എന്നായിരുന്നു അനന്തു ആദ്യം ദിലീപിനോട് ആവശ്യപ്പെട്ടത്. തുടർന്ന് ദിലീപിന്റെ കൈ പിടിച്ച് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ അനന്തു പറഞ്ഞു. ചുണ്ടുകൾ അനക്കാതെ വെറുതെ മനസ്സിൽ ഇങ്ങനെ പാട്ട് ആവർത്തിച്ചുകൊണ്ടേയിരിക്കൂ എന്നാണ് അനന്തു പറഞ്ഞത്. ശേഷം സ്റ്റേജിലിരിക്കുന്ന ഒരാളോട് യൂട്യൂബുള്ള ഫോൺ നൽകാൻ ആവശ്യപ്പെട്ടു. അതിൽ നിന്നും ദിലീപ് അഭിനയിച്ച ആഗതൻ എന്ന സിനിമയിലെ അരികത്തായി ആരോ എന്ന പാട്ട് അനന്തു പ്ലേ ചെയ്തു. മുന്നിൽ ചിരിച്ചുകൊണ്ട് ഞെട്ടിയിരിക്കുന്ന ദിലീപിനെയാണ് ഇതോടെ പ്രേക്ഷകർ കണ്ടത്. ഇത് തന്നെയാണ് താൻ ആലോചിച്ച പാട്ടെന്ന് നടൻ പറഞ്ഞു. രണ്ടാമതായി ഒരു വ്യക്തിയെ കുറിച്ച് മനസ്സിൽ ആലോചിക്കൂ എന്നാണ് അനന്തു നടനോട് ആവശ്യപ്പെട്ടത്. ഇമോഷണലി ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരാളുണ്ടാകും. ഫിലിം ഫീൽഡിൽ ഉള്ള ആളല്ലെങ്കിൽ പുറത്തുള്ള ആളാവാം എന്നും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡേറ്റ് ഓർമ്മയുണ്ടോ? കൃത്യം തീയതിയായിട്ട് പറയണം. ഇപ്പോ ഈ മൊമെന്റിൽ മനസ്സിൽ വരുന്നതായിരിക്കണം എന്നും അനന്തു ആവശ്യപ്പെട്ടു. തുടർന്ന് അതാരാണെന്ന് പറയാനും അനന്തു പറഞ്ഞു. ലാൽ ജോസ്. ഫെബ്രുവരി 14 എന്നായിരുന്നു ദിലീപ് നൽകിയ മറുപടി. ശേഷം അനന്തു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ: ചില സ്വപ്നങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്ന ശീലമുണ്ട്. സൈക്കോളജിയിലൊക്കെ നമ്മൾ ഈ ഡ്രീം ജേർണൽ എഴുതാനൊക്കെ ആൾക്കാരുടെ അടുത്ത് പറയും. അങ്ങനെ എഴുതി സൂക്ഷിച്ചു വെച്ച ഒരു സ്വപ്നത്തിന്റെ ബാക്കിയാണിത്. ഇതൊന്ന് ഉറക്കെ വായിച്ചു കൊടുക്കാൻ പറ്റുമോ എല്ലാവർക്കും വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഒരു പേപ്പർ കഷ്ണം അനന്തു ദിലീപിന് കൈമാറി. ദിലീപ് അത് ഉറക്കെ വായിച്ചു. ഐ വാസ് ഇൻ എ ഡ്രീം വെൻ സഡൻലി ഹേർഡ് സംവൺ കോളിംഗ് എ നെയിം ലാൽ ജോസ്. ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഡേ ടു ലുക്ക് അറ്റ് ദി കലണ്ടർ ആൻഡ് ഡേറ്റ് February 14. സർപ്രൈസ്. വായിച്ച ഉടനെ അത്ഭുതപ്പെട്ട് ഞെട്ടി നിൽക്കുകയാണ് ദിലീപ്. തന്റെ മനസ്സിൽ പല ആളുകളുടെ പേരും കടന്നുപോയതാണെന്നും അവസാനം ലാൽ ജോസിൽ എത്തിയെന്നും ദിലീപ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.